നമസ്കാരം. കാസർകോട്ട് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഇപ്പോൾ ഓടിയെത്താൻ തീവണ്ടിയിൽ അര ദിവസമെങ്കിലും വേണ്ടിവരും. 4 മണിക്കൂർ കൊണ്ട് എത്തിക്കാമെന്നും അതുവഴി ജീവിതത്തിൻ്റെ സകല മേഖലകളും പുതിയ വേഗം കൈവരിക്കുമെന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകുന്ന വാഗ്ദാനം. അതിനായി 65,000 കോടിയോളം മുതൽ മുടക്കിൽ അർദ്ധ അതിവേഗ പാതയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു സർക്കാർ. പുതിയ കാലത്ത് പുതിയ ചിന്തകളും പുതിയ കാൽവയ്പ്പുകളും അനിവാര്യമാണ്. ഗതാഗതക്കുരുക്കിൽ ഇറുകി നീങ്ങുന്ന കേരളത്തിന് നിശ്ചയമായും അതിൽ നിന്ന് ആശ്വാസം കിട്ടുകയും വേണം. പക്ഷെ അത് 100,000 വീടുകളും 100 ഹെക്ടർ ഭൂമിയും മറ്റുമൊക്കെ കുരുതി കൊടുത്തുകൊണ്ട് വേണമോ എന്നാണ് ഒരു വിഭാഗം ചോദിക്കുന്നത്. ത്യാഗം സഹിക്കാതെ ഒരു വികസന പദ്ധതിയും പിറവി കൊണ്ടിട്ടില്ല എന്നാണ് അതിനുള്ള മറുപടി. ശരി, ത്യാഗം സഹിക്കാം. മുടക്കുന്ന മുതലിനൊപ്പിച്ച് എത്ര ഗുണകരമാണ് ഈ പദ്ധതിയെന്ന് നമ്മൾ ആലോചിച്ചോ എന്ന് വീണ്ടും മറുചോദ്യം. പ്രകൃതിയിലും സമൂഹത്തിലും ഉണ്ടാക്കുന്ന നഷ്ടത്തേക്കാൾ വലിയ നേട്ടം അതിവേഗ പാത സമ്മാനിക്കുമോ? നിത്യവൃത്തിക്ക് കഷ്ടപ്പെടുന്നൊരു സംസ്ഥാനം ഇതിനെല്ലാമുള്ള പൈസ എവിടെ നിന്ന് കണ്ടെത്തും? കടം മേടിച്ചാൽ അതിൻ്റെ പലിശ അടയ്ക്കാനുള്ള പ്രാപ്തിയെങ്കിലും നമുക്കിപ്പോഴുണ്ടോ? എന്തു വില കൊടുത്തും നടപ്പാക്കുമെന്ന് പ്രഖ്യാപിക്കും മുൻപ് ഇക്കാര്യത്തിലൊക്കെ ജനങ്ങളോട് ഒരു വ്യക്തത വരുത്തിയോ സർക്കാർ? സ്വാഗതം ഫസ്റ്റ് ഡിബേറ്റിലേക്ക്. എന്നോടൊപ്പം ഈ ചർച്ചയിൽ ശ്രീ ജി ദേവരാജൻ, UDF നേതാവ്. അദ്ദേഹം ഇക്കാര്യം പരിശോധിക്കാൻ UDF നിയോഗിച്ച ഉപസമിതി അംഗമാണ്. അഡ്വക്കേറ്റ് അരുൺ കുമാർ, CPIM നേതാവ്. ശ്രീ VT നാസർ, ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രതിനിധി. ശ്രീമതി TP സിന്ധുമോൾ, മുതിർന്ന BJP നേതാവ് എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം അഡ്വക്കേറ്റ് അരുൺ കുമാർ, അതിവേഗ റെയിൽ പാതയുമായി ബന്ധപ്പെട്ട് വലിയ സമരം നാട്ടിൽ പിറവി കൊണ്ടിട്ടുണ്ട്. പ്രതിപക്ഷ മുന്നണിയായ UDF ആ സമരത്തെ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുന്നയിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഈ പദ്ധതി നടപ്പിലാക്കും എന്ന് പ്രഖ്യാപിക്കും മുൻപ് കടക്കേണ്ടുന്ന കടമ്പകളുണ്ടല്ലോ, അവയൊന്നും കടന്നിട്ടില്ല. അവിടെയെല്ലാം സമ്പൂർണ്ണമായ അവ്യക്തത നിലനിർത്തുകയും ചെയ്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്ര വലിയ സമരം രൂപപ്പെടുമ്പോഴും ഇത്ര വലിയ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉയർന്നു വരുമ്പോഴും സർക്കാർ ഇതിൻ്റെ സോഷ്യോ എക്കണോമിക് ഇമ്പാക്ട്സിനെ കുറിച്ച്, പരിസ്ഥിതി പ്രശ്നത്തെക്കുറിച്ച്, ഇതിൻ്റെ ഫിനാൻഷ്യൽ വയബിലിറ്റിയെക്കുറിച്ചൊക്കെ ഒരു വ്യക്തത വരുത്താത്തത്? ഈ പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ കൃത്യമായിട്ടുള്ള വ്യക്തതയോടുകൂടി തന്നെയാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. ഇപ്പോൾ നമ്മൾ ഈ വിഷയം ഗൗരവത്തിൽ ഏകദേശം 1 മാസം മുമ്പ് ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ വീണ്ടും ചർച്ച ചെയ്യാനുള്ള ഒരു സാഹചര്യം കേന്ദ്ര റെയിൽവേ മന്ത്രിയെ കാണുവാനായിട്ട് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ചെന്നപ്പോൾ ഇതിന്റെ സാമ്പത്തിക ബാധ്യതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തോ സംശയങ്ങൾ പ്രകടിപ്പിച്ചു. അതുകൊണ്ട് ഈ പദ്ധതി നടപ്പിലാവാൻ സാധ്യതയില്ല എന്ന രൂപത്തിൽ 2-3 ദിവസമായി ചർച്ചകൾ ഉയർന്നു വരികയാണ്. സ്വാഭാവികമായി ഒരു പുതിയ പദ്ധതി വരുമ്പോൾ അത് ലാഭത്തിൽ പോകാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ നഷ്ടം വന്നാൽ അധിക ബാധ്യത കേന്ദ്ര ഗവൺമെന്റിന് വരുമോ എന്ന രൂപത്തിലുള്ള ആശങ്ക പ്രകടിപ്പിക്കുന്നത് സ്വാഭാവികമാണ്. ഇപ്പോൾ മെട്രോ അടക്കമുള്ള പദ്ധതികൾ നടപ്പാക്കുമ്പോഴും പുതിയ നിരവധി വികസന പ്രവർത്തനങ്ങളുടെ ചർച്ചകൾ നടക്കുമ്പോഴുമെല്ലാം നഷ്ടഭാരം ഏൽക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറല്ല, അത് സംസ്ഥാന ഗവൺമെന്റുകൾ തന്നെ ഏൽക്കേണ്ടി വരും എന്ന രൂപത്തിലുള്ള ആശങ്ക കേന്ദ്ര ഗവൺമെന്റ് പങ്കുവയ്ക്കുക സ്വാഭാവികമായിട്ടും നടന്നിട്ടുള്ള സംഭവമാണ്. പക്ഷേ ഏതെങ്കിലും ഈ തരത്തിൽ ഈ പദ്ധതിക്ക് എതിരായി നിലപാട് സ്വീകരിക്കുകയോ ഈ പദ്ധതി നടപ്പാക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഏതെങ്കിലും പുതിയ കാര്യങ്ങൾ ഉന്നയിക്കുകയോ ഒന്നും ഈ ചർച്ചകളിൽ ഉണ്ടായിട്ടില്ല. ഗവൺമെന്റ് വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെയാണ് അതിവേഗം ഈ കേരളത്തിന്റെ വേഗത വർദ്ധിപ്പിക്കുന്ന 4 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് എത്താൻ കഴിയുന്ന, ഇന്ന് ഇപ്പം നിയമസഭയിൽ നടന്ന ചർച്ചയിലടക്കം പറഞ്ഞിട്ടുണ്ട്, ഇതിൽ ചരക്ക് ഗതാഗതത്തിനു വേണ്ടി പോലും ഇത് ഉപയോഗിക്കാൻ കഴിയുമ്പോൾ വളരെ വിപ്ലവകരമായിട്ടുള്ള മാറ്റം കേരളത്തിൽ ഉണ്ടാകും. കേരളത്തിൽ ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് വലിയ 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 ശുഭാപ്തി വിശ്വാസത്തോടെ ജനം ഏറ്റെടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു പദ്ധതിയായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. അതായത് ഇതിന്റെ ഫീസിബിലിറ്റിയെ കുറിച്ച് വ്യക്തത ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിന്റെ വിദേശ വായ്പയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് അശ്വിനി വൈഷ്ണവ് പറഞ്ഞു എന്നാണ് മനസ്സിലാക്കിയ വാർത്തകൾ. അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണോ? എന്ന് വെച്ചാൽ വിദേശ വായ്പയടക്കം സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും കേന്ദ്ര സഹകരണം കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയാണോ? ഇന്നിപ്പോൾ BJP സംസ്ഥാന ഘടകം ഇത് കേരളത്തിലൊരു അത്യാവശ്യവുമില്ലാത്ത പദ്ധതിയാണ്, ഒരു സഹായവും ഇക്കാര്യത്തിൽ വേണ്ട, കേന്ദ്രത്തിന്റെ എല്ലാ പിന്തുണയും ഉണ്ട് എന്ന് പിണറായി വിജയൻ നുണ പറഞ്ഞ് നടക്കുകയാണ് എന്നാണ് പ്രതികരിച്ചത്. ഇതിലിപ്പോ കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ രാജ്യത്ത് നടത്തിയ പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ
ഒരു PM ഗതിശക്തി പദ്ധതി എന്ന് പറയുന്ന ഏകദേശം 1,00,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ, അത് വ്യോമയാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, റെയിലുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഊർജ്ജവുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം പദ്ധതി പ്രഖ്യാപിക്കുന്ന, ആ പദ്ധതി ആരംഭിച്ചു എന്ന് പിന്നീട് ഡിക്ലെയർ ചെയ്യുന്ന സാഹചര്യമെല്ലാം ഉണ്ടായി. ഏതായാലും ഇന്റർനാഷണൽ തലത്തിലുള്ള വായ്പകൾ സ്വീകരിക്കാതെ ഇത്തരത്തിലുള്ള ഒരു പുതിയ പദ്ധതി ആരംഭിക്കാൻ കഴിയുകയില്ല. ഇത്തരത്തിലുള്ള പദ്ധതികൾ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടെ ഇതിന്റെ ഇൻകം, വരാൻ പോകുന്ന ലാഭം അല്ലെങ്കിൽ വലിയ നഷ്ടമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങളെല്ലാം വളരെ വിദഗ്ധ സമിതി നന്നായി പഠിച്ചതിന് ശേഷമാണല്ലോ ഇത്തരത്തിലുള്ള ഒരു പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. ഇപ്പോൾ ഏതായാലും വിദേശ വായ്പയില്ലാതെ ഇത്രയും വലിയ ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. അത്തരത്തിൽ വായ്പ എടുക്കുമ്പോഴും അതിന്റെ പലിശ അടച്ചു പോകുവാനും മുതല് അടച്ചു പോകുവാനും ഭാവിയിൽ ആ വായ്പ അടച്ചു തീർക്കാനുമുള്ള സാഹചര്യങ്ങളുമെല്ലാം ഈ പദ്ധതി കമ്മീഷൻ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകും എന്ന് തന്നെയാണ് വിലയിരുത്തിയിരിക്കുന്നത്. ഏതായാലും നമുക്കറിയാം, കേന്ദ്രവും സംസ്ഥാനവും യോജിച്ച് തന്നെയാണ് റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇത്തരം വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത്. കേന്ദ്രത്തിന്റെ ആശങ്കകൾ ആ ചർച്ചയിൽ തന്നെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ഏതായാലും നഷ്ടഭാരം വലിയ രൂപത്തിൽ കേന്ദ്രത്തിന് വരുമോ എന്നുള്ള ഒരു ആശങ്കയാണ് പങ്കുവച്ചത്. ഈ പദ്ധതിയിൽ ലാഭത്തിൽ തന്നെ പോകും, ഒരു തരത്തിലും അത് സംസ്ഥാനത്തിന്റെ നഷ്ടമുണ്ടാക്കുന്ന തരത്തിലോ കേന്ദ്രത്തിന് നഷ്ടമുണ്ടാകുന്ന തരത്തിലേക്ക് പോകില്ല. അതുകൊണ്ട് തന്നെ ഭൂമി ഏറ്റെടുക്കൽ അടക്കം ഇപ്പോൾ കേന്ദ്ര റെയിൽവേ ബോർഡിന്റെ അംഗീകാരം കിട്ടിയാൽ ഇതിന്റെ പദ്ധതിയുടെ തുടക്കം 4 ഫ്രൈസായിട്ട് തിരിച്ചുകൊണ്ട് തന്നെ പദ്ധതിയുടെ തുടക്കം കുറിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ശുഭവിശ്വാസം സർക്കാരിനുണ്ട്, അതുകൊണ്ട് നമുക്ക് ധൈര്യമായി വായ്പ എടുക്കാമെന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ വളരെ കുറച്ച് ലാൻഡ് അവൈലബിലിറ്റി ഉള്ള ഒരു നാടാണല്ലോ അരുൺ. അതുകൊണ്ട് വലിയ പദ്ധതികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വലിയ തോതിലുള്ള എതിർപ്പുകളും ഉയർന്നു വരും. അതുണ്ടാക്കാൻ പോകുന്ന പരിസ്ഥിതി ആഘാതവും പ്രശ്നമാണ്. റെയിൽവേ പ്രോജക്റ്റ് ആയതുകൊണ്ട് പരിസ്ഥിതി ആഘാത പഠനത്തിന്റെ കാര്യത്തിൽ ഇളവ് കിട്ടും. പക്ഷേ ഇവിടുത്തെ സവിശേഷ സാഹചര്യത്തിൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. കേരളത്തെ 2ആയി വിഭജിക്കാൻ ശേഷിയുള്ളതാണ് എന്നൊക്കെയാണല്ലോ വിമർശനം. അപ്പോൾ അത് പഠിച്ചു നോക്കുന്നതിന് മുൻപ് തന്നെ എന്തു വില കൊടുത്തും ഇത് നടപ്പിലാക്കും എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പരിസ്ഥിതി സംരക്ഷണത്തിന് അനുഗുണമായ ഒരു നിലപാടാണോ? ഇതിപ്പോ വികസിത പരിസ്ഥിതി ആഘാത പഠനം വളരെ ത്വരിതഗതിയിൽ 3 മാസം കൊണ്ട് ഇത് പൂർത്തീകരിച്ചു. അതുപോലെ തന്നെ സമഗ്രമായിട്ടുള്ള പരിസ്ഥിതി ആഘാത പഠനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ആകാശ സർവേകളെല്ലാം പൂർത്തീകരിച്ചു, മണ്ണ് പരിശോധന പൂർത്തീകരിച്ചു, അലൈൻമെന്റ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ആകാശ പരിശോധനയും അതുപോലെ മണ്ണ് പരിശോധനയും എല്ലാം പൂർത്തീകരിച്ചു. ഏതായാലും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിയന്തരമായി പൂർത്തീകരിക്കേണ്ട എല്ലാ ഘട്ടങ്ങളും പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമാണ് ഇപ്പോൾ തഹസിൽദാറെയും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസർമാരെയും എല്ലാം നിയമിക്കുന്നതും ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കൽ ആരംഭിച്ചിട്ടില്ല, പ്രാഥമിക കാര്യങ്ങൾ ആരംഭിച്ചത്. ഇപ്പൊ ഭൂമിയെ 2ആയി പിളർത്തുമെന്നും അതുപോലെ വലിയ രൂപത്തിൽ പാടശേഖരങ്ങൾ നശിക്കും എന്നുള്ള തരത്തിലുള്ള ആശങ്കകളെല്ലാം മുഖ്യമന്ത്രി തന്നെ നിയമസഭയ്ക്കകത്തും പുറത്തും നടത്തിയ ഇടപെടലുകളിലൂടെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ വലിയ രൂപത്തിൽ പാടശേഖരങ്ങളെ ബാധിക്കുമെന്ന് പറയുന്നിടത്തെല്ലാം ആകാശപാതയാണ്. 180 കിലോമീറ്ററോളം വരുന്ന പാടശേഖരങ്ങളിൽ ഏകദേശം 115 കിലോമീറ്ററോളം ആകാശപാത എന്ന രൂപത്തിലേക്ക് മാറുകയാണ്. കാവുകൾ, അമ്പലങ്ങൾ, പള്ളികൾ, അങ്ങനെ ആരാധനാലയങ്ങളെ പരമാവധി ഒഴിവാക്കിയിട്ടാണ്. 26,000-ഓളം വീടുകൾ നഷ്ടപ്പെടുമെന്നാണ് ആദ്യഘട്ടത്തിൽ പ്രചരണമുണ്ടായത്. എന്നാൽ അത് 9,000-ൽ താഴെ മാത്രമാണ്. ആ വീടുകൾ പരമാവധി നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കി പരമാവധി ജനങ്ങൾക്ക് ഇത് ദോഷകരമാകാത്ത തരത്തിൽ തന്നെയാണ് ഇതിന്റെ അലൈൻമെന്റുകളടക്കം മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഈ ആളുകൾക്കൊന്നും തന്നെ വീടും സ്ഥലവും നഷ്ടപ്പെട്ട് വഴിയിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന സാഹചര്യം വരില്ല. അവരെല്ലാം പുനരധിവസിപ്പിക്കുന്നതിനും ഏറ്റവും മികച്ച പാക്കേജുകൾ സാധാരണ നിലയ്ക്ക് വരുന്ന ഈ ത്യാഗങ്ങളെ സഹിക്കേണ്ടി വരും. അതിനപ്പുറത്തേക്കുള്ള വലിയ പരിസ്ഥിതി വിനാശം ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് എന്നാണ്. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ ജി ദേവരാജൻ, UDF ഈ പദ്ധതിയെ എതിർക്കുന്നതിന് ഇത് ജനങ്ങളെ വലിയ തോതിൽ ബാധിക്കും, സാമൂഹികമായ വലിയ തോതിൽ ആഘാതമുണ്ടാക്കും, പരിസ്ഥിതി വിനാശമുണ്ടാക്കും പോലെയുള്ള ഏതൊരു പദ്ധതിയും വരുമ്പോഴുള്ള എതിർപ്പുകളുണ്ട്. അതിനപ്പുറത്തേക്ക് ഇതൊരു വലിയ പ്രോജക്റ്റാണ്, മെഗാ പ്രോജക്റ്റാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉണ്ടാക്കുന്ന ഒരു പദ്ധതി. നമ്മൾ 65,000 കോടി ബജറ്റ് ഇടുന്നു, 1 ലക്ഷം കവിയാം, 1.25 കോടി വരെ എത്താം എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ കണക്കൂട്ടുന്നത് മനസ്സിലാക്കുന്നു. ഇത്രയും പണം മുടക്കി ഉണ്ടാക്കുന്ന ഒരു പദ്ധതി ഫിനാൻഷ്യലി അതുകൊണ്ട് ഗുണമുണ്ടാകുമോ എന്ന് വെച്ചാൽ അതിൽ നിന്ന് നമുക്ക് പൈസ തിരിച്ചടയ്ക്കാൻ കഴിയുമോ എന്നതാണ് ചോദ്യം. എന്ന് വെച്ചാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരളം പോലെ ഒരു ചെറിയൊരു നാട്ടിൽ 20 മിനിറ്റ് ഇടവേളയിൽ ട്രെയിൻ ഓടിച്ച് പരമാവധി ആളുകൾ അതിനകത്ത് വന്ന് സഞ്ചരിക്കും, അങ്ങനെ പണമുണ്ടാക്കാൻ കഴിയും, അത് ലാഭകരമാകും എന്ന് വിചാരിക്കുന്നതിൽ ഫിനാൻഷ്യലി അത് വയബിൾ ആകും എന്ന് ചിന്തിക്കുന്നതിൽ പ്രശ്നം കാണുന്നുണ്ടോ UDF? മറ്റു കാര്യങ്ങളും ഉണ്ട്. ഈ
അത് പരിശോധിച്ചു. ഇതിൻ്റെ പാരിസ്ഥിതികമായിട്ടുള്ള ആഘാതം എത്രമാത്രമായിരിക്കുമെന്നുള്ളത് സംബന്ധിച്ച് വിദഗ്ധരുമായി ചർച്ച നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഐക്യജനാധിപത്യ മുന്നണി ഒരു തീരുമാനത്തിലെത്തിയത്. ഈ പദ്ധതി കേരളത്തിന് പ്രയോജനകരമായ ഒന്നല്ല എന്നുള്ളത്. പല കാര്യങ്ങളാണ് അക്കാര്യത്തിൽ ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മുമ്പാകെ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കുടിയൊഴിപ്പിക്കലിനെ സംബന്ധിച്ച് മാത്രമല്ല, കേരളത്തെ സംബന്ധിച്ച് നമ്മൾ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചത് എന്താണ്? മലനാട്, ഇടനാട്, തീരദേശം. ഒരു വലിയ പാവയ്ക്കായുടെ വലിപ്പത്തിലുള്ളതെന്നും അതുപോലെ തന്നെ ഒരു പകുതി ഓലക്കീറ് പോലെ ഉള്ള ഒരു ചെറിയ സംസ്ഥാനമാണ് ഈ കേരളം. ഇവിടെ ഈ ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകാവുന്ന പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ അത് വളരെ സൂക്ഷ്മമായി പരിശോധിക്കണം. ഒരു വികസനം നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഈ രാജ്യത്തെ സാധാരണക്കാരന് എന്തു പ്രയോജനമുണ്ടാകുന്നു എന്ന് പരിശോധിക്കുന്നതോടൊപ്പം തന്നെ ഈ മാറിയ കാലഘട്ടത്തിൽ അതുവഴി നമ്മുടെ പ്രകൃതിക്ക് മാത്രം ഉണ്ടാകുന്നു എന്ന പരിശോധന കൂടി ഈ മാറുന്ന വികസന കാഴ്ചപ്പാടിൽ ഉണ്ടാകണം. നിർഭാഗ്യവശാൽ ഇവിടെ അതുണ്ടായാൽ നമുക്കത് കാണാൻ കഴിയുന്നത്, ഇപ്പൊ കൊച്ചുവേളി മുതൽ കാസർഗോഡ് വരെയുള്ള ഈ 532 കിലോമീറ്റർ 200 കിലോമീറ്റർ വേഗത്തിലുള്ള ട്രെയിനുകൾ ഓടിച്ച് 4 മണിക്കൂർ കൊണ്ട് എത്തിച്ചേരുമെന്നാണ് ഈ പദ്ധതി പറയുന്നത്. 532 കിലോമീറ്റർ 4 മണിക്കൂർ കൊണ്ട് ഓടാൻ 200 കിലോമീറ്റർ പെർ അവർ സ്പീഡിന്റെ ആവശ്യമില്ല. 133 അല്ലെങ്കിൽ 140 കിലോമീറ്റർ പെർ അവർ സ്പീഡ് ഉണ്ടെങ്കിൽ ഈ 11 സ്റ്റേഷനുകളിലും നിർത്തി ഇത് എത്തിച്ചേരാവുന്നതേ ഉള്ളൂ. 2025 കൂടി ഇന്ത്യൻ റെയിൽവേയുടെ മിക്കവാറും എല്ലാ ട്രെയിനുകളും 160 കിലോമീറ്റർ പെർ അവർ സ്പീഡിലേക്ക് മാറ്റാനുള്ള തകൃതിയായ നീക്കം ഇന്ത്യൻ റെയിൽവേ നടത്തുകയാണ്. ദക്ഷിണ റെയിൽവേ തന്നെ അവരുടെ 3ാമത്തെയും 4ാമത്തെയും ലൈനുകളുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിന് വേണ്ടുന്ന ഭൂമി ഒരുക്കലുകളും നടത്തിക്കൊണ്ടിരിക്കുന്നു. അല്ല, അതിനകത്ത് ശ്രീ ദേവരാജൻ, ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രശ്നം കേരളത്തിന്റെ സവിശേഷമായ ഒരു ടെറൈനിൽ ഇനിയിപ്പോൾ റെയിൽവേ 150ലേക്കും 200ലേക്കും ഒക്കെ വരാൻ തീരുമാനിച്ചാലും നമ്മുടെ ഇവിടെ പ്രശ്നമാണെന്നാണ്. കാരണം വളവുകളും തിരിവുകളുമുള്ള സവിശേഷമായ ഭൂപ്രദേശമാണ്. അവിടെ ആ നിലയ്ക്കാണ് റെയിൽവേ ലൈൻ ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഏതാണ്ട് 40% സ്ഥലത്ത് ഈ പ്രശ്നമുണ്ട്. വേഗത കുറച്ചേ നമുക്ക് ഓടാൻ നിവൃത്തിയുള്ളൂ. നിലവിലുള്ള ലൈൻ വേഗത വർദ്ധിപ്പിക്കുക എന്ന് നമ്മുടെ മുൻപിലുള്ള ഒരു ഓപ്ഷൻ അല്ല എന്ന്. അല്ല, അത് വെറുതെയാണ്. ഈ പറഞ്ഞ സിൽവർ ലൈൻ പദ്ധതിക്ക് വേണ്ടി ഏറ്റെടുക്കുന്ന ഭൂമിയുടെ 10% പോലും ഏറ്റെടുക്കാതെ, ഈ പദ്ധതിക്ക് വേണ്ടുന്ന ചിലവിന്റെ 15% പോലും ചെലവഴിക്കാതെ ഈ പറഞ്ഞ വളവുകൾ നോക്കാം, ഈ പറഞ്ഞ സിഗ്നൽ സംവിധാനങ്ങൾ ശക്തമാക്കാം. അതിനുള്ള പദ്ധതി കേന്ദ്ര ഗവൺമെന്റിനുണ്ട്, റെയിൽവേക്കുണ്ട്. അതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കരണീയമായിട്ടുള്ള ഒരു പദ്ധതി. 2, ഈ പദ്ധതിയുടെ ഒരു എക്കണോമിക്കൽ ഫീസിബിലിറ്റി കൂടി പരിശോധിക്കുക. ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, ഈ ആകാശത്തൂടെയാണ് ഇത് ഓടുക എന്നുള്ളതും ഇതിലെ യാത്രക്കാരുടെ എണ്ണത്തെ സംബന്ധിച്ചുമൊക്കെ കണക്കുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കേരളയിൽ പറയുന്ന കണക്കനുസരിച്ച് ഈ ട്രെയിൻ ഏതാണ്ട് 37 സർവീസുകൾ പ്രതിദിനം നടത്തുമ്പോൾ 675 യാത്രക്കാരെന്ന ഫുൾ കപ്പാസിറ്റിയിൽ ഓടിയാൽ 80,000-ഓളം ആളുകളെ ഒരു ദിവസം ഈ ട്രെയിൻ വഹിക്കുമെന്നാണ് പറയുന്നത്. ഈ കണക്കിലെ ആ പൊള്ളത്തരൊന്ന് മനസ്സിലാക്കി നോക്കൂ. 675 യാത്രക്കാർ 37 സർവീസിൽ ഫുൾ നടന്നാൽ, ഫുൾ സർവീസ് കപ്പാസിറ്റിയിൽ ഓടിയാൽ 24,975 പേർ മാത്രമാണ് യാത്ര ചെയ്യാൻ കഴിയുക. ഇനി പല സ്റ്റേഷനുകളിലും പലരും ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നുവെന്ന് കണക്ക് കൂട്ടിയാൽ അതൊരു 10-20% ആയാൽ പോലും അതൊരു 5,000 കൂടി ആളുകളെ അധികമാകുന്നുള്ളൂ. എന്ന് വെച്ചാൽ 30,000 പേരിൽ കൂടുതൽ യാത്ര ചെയ്യില്ല. പിന്നെ എവിടുന്നാണ് ഈ കെ റെയിൽവേക്ക് 80,000 പേര് യാത്ര ചെയ്യുമെന്നുള്ള കണക്ക് കിട്ടിയത്? 2, ഇതിൻ്റെ ഒരു എക്കണോമിക് ഫീസിബിലിറ്റി ഇവിടെ നിഷാദ് ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളയിൽ കണക്കാക്കിയിരിക്കുന്നത് സിസ്ട്ര എന്ന് പറയുന്ന ഒരു കൺസൾട്ടൻസി കണക്കാക്കി കൊടുത്ത കണക്കാണ്. ഇതിനു വേണ്ടിയിട്ട് 64,000 കോടി രൂപയാണ് ചെലവ് കണക്കാക്കിയിരിക്കുന്നത്. ഇത് 2018 എസ്റ്റിമേറ്റ് ആണ്. നീതി ആയോഗ് 2018 ഈ എസ്റ്റിമേറ്റ് കണ്ടുകൊണ്ട് തന്നെ അന്ന് തന്നെ പറഞ്ഞു, ഇത് ഈ 64,000 കോടി രൂപയിൽ നിൽക്കില്ല, ഇത് 1,26,000 കോടി രൂപയിലേക്ക് മാറും. അന്ന് ഒരു ചാക്ക് സിമെന്റിന് 200 രൂപ 210 രൂപയാണ്. ഇന്ന് ഒരു ചാക്ക് സിമെന്റിന് 500 രൂപയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇത് നിർമ്മിച്ചെടുക്കുന്നതിന് 10 ലക്ഷം ടൺ മണൽ ആവശ്യമുണ്ട്. എവിടെ നിന്നാണ് ഇത് കിട്ടുക? അതിനാവശ്യമായിട്ടുള്ള പാറ എവിടെ നിന്നാണ് കിട്ടുക?
റെയിൽവേയുടെ കൂടി ചുമതലയുള്ള കായിക മന്ത്രി ശ്രീ മുഹമ്മദ് അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് മലകൾ പൊട്ടിക്കാതെ ഞങ്ങൾ തുരങ്കപാത ഉണ്ടാക്കുമെന്നാണ്. മല പൊട്ടിക്കാതെ എങ്ങനെയാണ് മലയിലകത്തൂടെ തുരങ്കം ഉണ്ടാക്കുന്നത്? പാരിസ്ഥിതികമായ ഒരു ഇക്കോളജിക്കൽ ഫ്രജൈലായിട്ടുള്ള ഒരു സംസ്ഥാനത്ത് ഇനിയും ഈ പാറകൾ പൊട്ടിക്കാനും ഇനിയും ഈ പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള വികസന പദ്ധതികൾ നമുക്ക് അഭികാമ്യമാണോ എന്ന പരിശോധന നടത്തണമെന്നാണ് നമ്മൾ പറയുന്നത്. അത്രയും ക്ലിയർ ആണ്. അതൊന്നും ഒന്നാമത്തെ കാര്യം, അത് ചെയ്യാതെ അത്രയും പണം മുടക്കി ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ അത് വേറെ ഒരു കൊച്ചി മെട്രോ ആയി പോകുമോ എന്ന ചോദ്യമാണ്. വരുമാനം കിട്ടാതെ മുതൽ മുടക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു വെള്ളാനയായി പോകുമോ എന്ന ചോദ്യം ഒന്ന്. രണ്ടാമത്തേത്, അത് ഉണ്ടാക്കുന്ന പരിസ്ഥിതി ആഘാതം കേരളം പോലെ ചെറിയൊരു നാട്ടിൽ. അത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഊന്നിക്കൊണ്ടാണ് UDFന്റെ ഇക്കാര്യത്തിലുള്ള വിയോജിപ്പ്. ശ്രീമതി TP സിന്ധുമോൾ, കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണ ഇക്കാര്യത്തിലുണ്ട് എന്നതാണ് സംസ്ഥാനത്തിൻ്റെ ആത്മവിശ്വാസം. കേന്ദ്ര റെയിൽ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും അതിനുവേണ്ട സഹായത്തിന് വേണ്ടി സർക്കാർ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ പറയുന്നു കേന്ദ്രത്തിൻ്റെ ഒരു പിന്തുണയുമില്ല, കേന്ദ്ര പിന്തുണയുണ്ട് എന്ന നിലയ്ക്ക് സർക്കാർ വ്യാജ പ്രചരണം നടത്തുന്നു എന്നാണ് PK കൃഷ്ണദാസ് പറഞ്ഞത്. സത്യത്തിൽ കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയോട് മുഖം തിരിക്കുകയാണോ? ഇത് ഫീസിബിളായ പദ്ധതിയല്ല, ഇത് പ്രയോജനപ്പെടാൻ പോകുന്ന പദ്ധതിയല്ല എന്ന് തുടക്കത്തിലെ കേന്ദ്രം മനസ്സിലാക്കുന്നുണ്ട് എന്നാണോ? തീർച്ചയായിട്ടും ഇപ്പോൾ കേന്ദ്രം നിലപാടെടുത്തിരിക്കുന്നത് വായ്പ നൽകുന്നതുമായി സംബന്ധിച്ചുള്ള കേന്ദ്രത്തിൻ്റെ നിലപാട് പുറത്തു വന്നു കഴിഞ്ഞല്ലോ. ഈ ബാധ്യത ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്ന് കേന്ദ്രം പറഞ്ഞു കഴിഞ്ഞു. ആ നിലപാട് എല്ലാ അർത്ഥത്തിലും എന്താണ് ഉദ്ദേശിക്കുന്നത്, BJPയും കേന്ദ്ര ഗവൺമെൻറ്റും എന്താണ് ഉദ്ദേശിക്കുന്നതെന്നുള്ള സൂചനയാണ്. ഇത്തരമൊരു അധിക ബാധ്യത ഏറ്റെടുക്കാൻ കേന്ദ്രം തയ്യാറല്ല. ഒപ്പം കേരളത്തിൽ നിന്നും BJPയുടെ സംസ്ഥാന അധ്യക്ഷനുൾപ്പെടെ കൃഷ്ണദാസ് ജി ഉൾപ്പെടെ കേന്ദ്രത്തിനോട് കൃത്യമായിട്ടും ഇത് കേരളത്തിന് അനുകൂലമായിട്ടുള്ള ഒരു പദ്ധതി അല്ല എന്ന് ബോധ്യപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള വിശദമായ കാര്യങ്ങൾ കേന്ദ്രത്തിൻ്റെ മുന്നിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു നിവേദനം അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും BJPയുടെ നിലപാട് ഈ പദ്ധതിക്കെതിരാണ് കേരളത്തിൽ. ഇവിടെ എനിക്ക് മുമ്പേ സൂചിപ്പിച്ച കാര്യങ്ങൾ വെച്ചിട്ട് അതിൽ തന്നെ തുടങ്ങാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതീവ ദുർബല പ്രദേശമായ പല പ്രദേശങ്ങളും, പാരിസ്ഥിതിക ആഘാതം നിലനിൽക്കുന്ന പല പ്രദേശങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ പദ്ധതി, ഇത് സ്വാഭാവികമായിട്ടും ഒന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് ആർക്ക് ഗുണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കോടിക്കണക്കിന് രൂപ വായ്പ എടുത്തുകൊണ്ട് ഏതാണ്ട് 80% മുതൽ 90% വരെ ഇതിന് സാമ്പത്തിക ശേഷി എന്ന് പറയുന്നത് വിദേശ വായ്പ അടക്കമുള്ള സാമ്പത്തികമാണ് കണ്ടെത്തുന്നത്. ഇവിടെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇവിടെ കേരള സർക്കാരിന് ഇവിടെ ശമ്പളം കൊടുക്കുവാനോ പെൻഷൻ കൊടുക്കുവാനോ പോലും പണമില്ലാതെ കടമെടുക്കേണ്ട സ്ഥിതിയുള്ളപ്പോഴാണ് ഇവിടെ ഒരു ചെറിയ ശതമാനത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഇത് ആർക്കൊക്കെ വേണ്ടിയിട്ടാണെന്ന് വ്യക്തമായി വരുന്നതേ ഉള്ളൂ. ഇതിൻ്റെ പിറകിലുള്ള അജണ്ട എന്താണെന്ന് സമൂഹം ചർച്ച ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. ഒരുപാട് സംശയങ്ങളുണ്ട് ഇതിൻ്റെ പിറകിലുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന്. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച അതിഥി പറഞ്ഞല്ലോ, സിസ്ട്ര എന്ന് പറയുന്ന ആ ഒരു കമ്പനിയുടെ കണ്ടെത്തൽ, അവരുടെ DPR പ്രകാരം, ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് പ്രകാരം വന്നിരിക്കുന്നത് എന്താണ്? ഏതാണ്ട് 67% സ്ഥലം ഏറ്റെടുക്കൽ ഗ്രാമീണ മേഖല എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നാണ്, 15% മുനിസിപ്പാലിറ്റികളിൽ നിന്നാണ്, 17% കോർപ്പറേഷനിൽ നിന്നാണ്. ഇത്തരത്തിൽ സ്ഥലം ഏറ്റെടുക്കുമ്പോൾ ഇവിടെ പ്രിയപ്പെട്ട അരുൺ പറയുകയുണ്ടായി, ഇത് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ കടന്നു പോകുന്ന ഏറ്റവും വികസനം എത്തിക്കുന്ന ഒരു സംഭവമാണെന്ന് പറയുകയുണ്ടായി. എവിടെയാണ് ഇത് വികസനം എത്തിക്കുക? ഇതെല്ലാ മേഖലകളെയും ടച്ച് ചെയ്യുമെന്ന് തിരുവനന്തപുരം ബേസ്ഡ് ആയിട്ട് EIA പാരിസ്ഥിതിക ആഘാത പഠന റിപ്പോർട്ടിൽ ആ പഠനം നടത്തിയ കമ്പനി പറഞ്ഞു കഴിഞ്ഞല്ലോ. എന്താ പറഞ്ഞത്? ഒന്നാമത്തെ കാര്യം, കണ്ടൽ കാടുകൾ നശിപ്പിക്കപ്പെടും. അവർ പറഞ്ഞിരിക്കുന്ന അതിന്റെ ബദൽ മാതൃക ഏതാണ്ട് 1.50% കണ്ടൽ കാടുകൾ വച്ചുപിടിപ്പിക്കുക. അതാണ് അതിന് പറഞ്ഞിരിക്കുന്ന ഒരു റെമഡി. പിന്നീടുള്ള കാര്യങ്ങൾക്കൊന്നും ഈ റിപ്പോർട്ടിൽ ഒരു റെമഡി പറഞ്ഞിട്ടില്ല. നമ്മൾ നോക്കണം, ഇവിടെ തണ്ണീർത്തടങ്ങളുണ്ട്. അത് നിശേഷം ആ തണ്ണീർത്തടങ്ങളിൽ ഹൈഡ്രോളജിക്കൽ ഇംബാലൻസ് ഉണ്ടാകും അതിന്റെ നശീകരണം കൊണ്ടെന്ന് നമുക്കൊക്കെ അറിയാം. അതിനെന്താണ് ഒരു പദ്ധതി എന്ന് അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ എന്ന് ഈ പഠന റിപ്പോർട്ടിലില്ല. രണ്ട് കാര്യങ്ങൾ അതിനകത്തുള്ളത്. ഒന്ന് ഫിനാൻഷ്യലി ഇത് ഗുണമുള്ള കാര്യമാണെന്നുള്ളതും, രണ്ടാമത്തത് ഉണ്ടാക്കുന്ന വിനാശങ്ങളും. അതായത് ഇത് കേരളം പോലെ ഒരു നാട്ടിൽ നടപ്പിലാക്കാൻ പറ്റിയ ഒരു പ്രോജക്റ്റ് അല്ല. അത്ര മെഗായാണിത്. ഇത് വേണ്ട. ഇത് ഉണ്ടാക്കുന്ന നഷ്ടം വലിയതാണ്. എന്ന് വെച്ചാൽ പരിസ്ഥിതിക്ക് ഉണ്ടാക്കുന്ന വിനാശം കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രധാന കൺസേൺ ആണ്. അതുകൊണ്ട് ഇതിന് എന്തൊക്കെ പറഞ്ഞാലും അനുമതി കിട്ടാൻ പോകുന്നില്ല, സഹകരണം കിട്ടാൻ പോകുന്നില്ല എന്നാണോ? തീർച്ചയായിട്ടും കേരള BJP കേന്ദ്ര സർക്കാരിനോട് കൃത്യമായിട്ട് ബോധിപ്പിക്കുന്നത് ഈ പദ്ധതി കേരളത്തിൽ ആവശ്യമില്ല.
ഇതിവിടെ ജനങ്ങൾക്ക് യാതൊരു നേട്ടവും പ്രത്യേകിച്ച് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നില്ല. മറിച്ച് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പരിസ്ഥിതി ആഘാതങ്ങളുടെ വർധനവുണ്ടാകുക എന്നുള്ളതല്ലാണ്ട്, ജനങ്ങൾക്ക് ഉപദ്രവകരമാകുക എന്നുള്ളതല്ലാണ്ട് ഇതിൽ നിന്നും യാതൊരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള കാര്യം കൃത്യമായി കേന്ദ്രത്തെ ധരിപ്പിക്കുവാൻ BJP നേതൃത്വം തയ്യാറെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെ ഘട്ടങ്ങൾ ആരംഭിച്ചു BJP കഴിഞ്ഞു. അക്കാര്യത്തിൽ പരസ്യമായ കേന്ദ്ര സമരത്തിന്റെ നേതൃത്വത്തെ ഭാഗമാവുക കൂടി ചെയ്യുന്നുണ്ട് കേരളത്തിൽ. ഞാൻ അങ്ങയിലേക്ക് വരാം. VT നാസർ, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നിലവിലെ നമ്മുടെ ഗതാഗത സംവിധാനങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്തി പരിഹരിക്കാവുന്നതേ ഉള്ളൂ, അപ്പോൾ ഇത്രയും ഡാമേജ് ഉണ്ടാവില്ല നമുക്ക് എന്നാണ് അഭിപ്രായപ്പെട്ടത്. പക്ഷേ നമ്മുടെ നിലവിലുള്ള ഈ ലൈനുകൾ മെച്ചപ്പെടുത്തുക, അത് ഡബിൾ ചെയ്യുക, അത് നേരെയാക്കുക പോലെയുള്ള കാര്യങ്ങൾ അത്ര ഈസി അല്ല കേരളത്തിൽ. അതിന് ഈ പറഞ്ഞ പോലെ വേഗത കൂട്ടുക എന്നത് ഈസി അല്ല കേരളത്തിൻ്റെ ഒരു പ്രത്യേക ടെറൈനാണ്. ഇതിന് മുമ്പുണ്ടാക്കിയിട്ടുള്ള നിർമ്മിതികൾക്ക് അത്രയ്ക്കുള്ള പരിമിതികളുമുണ്ട്. അതുകൊണ്ട് നിലവിലുള്ള സംവിധാനങ്ങളെ മെച്ചപ്പെടുത്തി പരിഹരിക്കാവുന്നതല്ല ഭാവിയിലെ ആവശ്യങ്ങൾ എന്നതാണ് ഈ പദ്ധതിക്ക് വേണ്ടി സംസാരിക്കുന്നവർ പറയുന്നത്. പരിഷത്ത് അക്കാര്യത്തിലൊരു ചർച്ചയ്ക്ക് തയ്യാറാണോ? പരിഷത്തിനെ സംബന്ധിച്ചിടത്തോളം 1985 മുതൽ കേരളത്തിലെ ഗതാഗത വികസന സംവിധാനം എങ്ങനെയായിരിക്കണം എന്നതിനെ പറ്റിയിട്ട് കേരള സമൂഹത്തിന് മുന്നിൽ ഓരോ വർഷത്തിലും അതിൻ്റെ രേഖകളും കുറിപ്പുകളുമായിട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? നിലവിലുള്ള ബദലുകളായിട്ട് നമ്മളിപ്പോൾ പറയുന്നത്, നിങ്ങൾ തന്നെ ചോദിക്കുന്നതിലുള്ള ചെറിയൊരു അപാകതയുണ്ട്. നിലവിലുള്ള സംവിധാനം മെച്ചപ്പെടുത്തുക എന്നുള്ളത് അത് മെച്ചപ്പെടുത്തണം, അതിൽ യാതൊരു സംശയവുമില്ല. അത് മാത്രമല്ലല്ലോ ഇപ്പോഴുള്ള ബദലുകളായിട്ട് മുന്നോട്ട് വെക്കുന്നത്. ഈ പദ്ധതി യഥാർത്ഥത്തിൽ പാരിസ്ഥിതിക സുസ്ഥിരതക്കും വികസന സുസ്ഥിരതക്കും മൊത്തത്തിൽ സാമൂഹ്യ സുസ്ഥിരതക്കും എതിരായിട്ടുള്ളൊരു പദ്ധതിയായിട്ടാണ് മാറുന്നത്. അപ്പോൾ കേരളം പോലെയുള്ള പാരിസ്ഥിതികമായി അതിലോലമായ പ്രദേശം എന്ന് നമ്മളെല്ലാവരുടെയും ഉള്ളിലേക്ക് കയറി കഴിഞ്ഞു. ഈ പ്രദേശത്ത് ഇത്തരമൊരു പദ്ധതിയുമായി മുന്നോട്ട് പോകരുത് എന്നുള്ളതാണ് പരിഷത്ത് മുന്നോട്ട് വെക്കുന്നത്. അതിന് പകരം കേരളത്തിലെ എന്താണ് യഥാർത്ഥത്തിൽ ഗതാഗത രംഗത്തുള്ള പ്രശ്നം, അതാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഗതാഗത രംഗത്തുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് 10-25 വർഷമായി കേരളത്തിലെ വിദഗ്ധരായ പലരും, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അടക്കമുള്ള സംഘടനകളും സമഗ്രമായ ഒരു നയം മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ നയത്തെക്കുറിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇന്നേ വരെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നടക്കുന്ന ചർച്ചകളിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഇതിൽ ഒരു പ്രധാനപ്പെട്ട ബദലായിട്ട് നമുക്ക് മുന്നോട്ട് വെക്കാനുള്ളത് നിലവിലുള്ള പാത ഇരട്ടിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല. നിലവിലുള്ള ഇപ്പം ഇന്ത്യയിലൊട്ടാകെ ഗതിമാൻ പോലുള്ള ട്രെയിനുകൾ ഓടിക്കൊണ്ടിരിക്കുന്നു. 150 മുതൽ 200 കിലോമീറ്റർ വരെ വേഗതയുള്ള ട്രെയിനുകളാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ ബ്രോഡ് ഗേജിൽ ഇത്തരം ട്രെയിനുകൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് നമുക്ക് കേരളത്തിൽ അത്തരം പുതിയ ട്രാക്കുകൾ ഇട്ടുകൊണ്ട് ഇത്തരം ട്രെയിനുകൾ ഓടിക്കൂടാ എന്നുള്ളതാണ് നമ്മളെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് ഉന്നയിക്കാനുള്ളത്. അതിനെന്താണ് തടസ്സം? ഇന്ത്യയിലൊട്ടാകെ 10-20ഓളം ട്രെയിനുകൾ ഇപ്പം 11 ട്രെയിനുകൾ നിലവിൽ ഓടിക്കഴിഞ്ഞു. പുതിയ ഗവൺമെന്റിന്റെ നയപ്രകാരം തന്നെ 10-40 ട്രെയിനുകൾ ഉടനടി 4-5 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ പല ഭാഗത്തേക്കും ഓടും എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ട്. ഇതൊക്കെ തന്നെ നമ്മൾ ഇന്ന് പറയുന്ന HSR ഹൈ സ്പീഡ് റെയിൽ ഈ പുതിയ പദ്ധതിയിൽ പറയുന്ന അതേ വേഗതയിലാണ്. എന്നാലോ ആ വേഗതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കുന്ന ഇന്ന് പറയുന്ന 64,000 കോടി, എന്നാൽ നീതി ആയോഗ് പറയുന്ന 1,20,000 അപ്പുറത്തുള്ള കോടിയും മതിയാകില്ല എന്ന് ഞങ്ങൾ കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം ബോംബെ അഹമ്മദാബാദ് പദ്ധതി എടുക്കുക, ആ പദ്ധതി 2023 കമ്മീഷൻ ചെയ്യുമെന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ 2029 പൂർത്തീകരിക്കാൻ സാധ്യമല്ല. ആ പദ്ധതിയിൽ അവരിപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് 1,60,000 കോടി ഉറുപ്പികയായിരുന്നു. 1,08,000 കോടി ഉറുപ്പികയ്ക്കാണ് ആ പദ്ധതി ആരംഭിച്ചത്. അത് 1,60,000 കോടിയിലെത്തി. ഇന്ന് പുതിയ ചോദ്യങ്ങൾ വന്നിരിക്കുന്നു, 2 ലക്ഷം കോടിയിൽ കവിയാതെ ഈ പദ്ധതി പൂർത്തീകരിക്കാൻ സാധ്യമല്ല എന്ന്. നമ്മുടെ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ നാളെ തന്നെ ഇങ്ങനെ പറന്നു പോകാം എന്നുള്ള ഒരു ധാരണയാണ് പൊതുവിലുള്ളത്. യഥാർത്ഥത്തിൽ നമ്മുടെ ഗതാഗത രംഗത്തുള്ള പ്രശ്നം എന്താണ് എന്ന് പഠിച്ചുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാനുള്ള കാര്യങ്ങൾ ആലോചിക്കുകയാണ്. കേരളത്തിലെ 85%-90% ആളുകളും 2 ജില്ലകൾക്കുള്ളിലാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും തിരുവനന്തപുരത്തേക്ക് പറക്കുന്നില്ല. നമ്മുടെ കാസർഗോഡോ കണ്ണൂരോ കോഴിക്കോടോ എറണാകുളമോ തിരുവനന്തപുരത്തോ ഒന്നും തന്നെ ഹബ്ബുകളല്ല. ഈ ഹബ്ബുകൾ ബിസിനസ് ഹബ്ബുകളായിട്ടുള്ള സ്ഥലത്തേക്കാണ് ഇത്തരം ബുള്ളറ്റ് ട്രെയിനുകൾ സാധാരണ ഡിസൈൻ ചെയ്ത് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ലോകത്തുള്ള എല്ലാ പദ്ധതികളും എടുത്തു നോക്കുക. ബ്രസീൽ ഇത്തരം പദ്ധതി ആരംഭിച്ച് കടക്കണിയിലായി അവരുടെ സാമ്പത്തിക അസ്ഥിരതയിലേക്ക് പോയി. ബ്രിട്ടന് സംഭവിച്ചു, ഫ്രാൻസ് സംഭവിച്ചു, എന്തിന് ചൈനയിൽ പോലും സംഭവിച്ചില്ലേ?
ഇന്ന് നമുക്ക് പദ്ധതി മുന്നോട്ട് വെക്കുന്ന ജപ്പാന്റെ സ്ഥിതി എന്താണ്? ജപ്പാന്റെ ഒരു ടോക്കിയോയിലേക്ക് ഓടുന്ന ഒരൊറ്റ പദ്ധതി മാത്രമാണ് മിനിമം ലാഭത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ പറ്റുകയുള്ളൂ. അവര് ഇത്തരം സാങ്കേതിക ലോകത്ത് വിറ്റുകൊണ്ടാണ് അവർ ഈ പദ്ധതി എക്സ്പ്രസ് ഹൈവേ വന്നപ്പോൾ ഈ മുന്നണി സ്വീകരിച്ച നിലപാടെന്തായിരുന്നു എന്ന് നമുക്ക് നല്ല ഓർമ്മയുണ്ട്. കഴിഞ്ഞ VS സർക്കാരിന്റെ കാലത്ത് അതിവേഗ റെയിൽപാത പദ്ധതി ഉണ്ടാക്കിയ സർക്കാർ ഇപ്പോൾ അതിവേഗത്തിൽ നിന്ന് മാറി അർദ്ധ അതിവേഗം മതി എന്ന തീരുമാനമെടുക്കുകയാണ്. ഇതൊക്കെ കൊണ്ട് കേരളത്തിൽ പറ്റുന്ന പദ്ധതിയാണ്, ഗുണമുണ്ടാവുന്നതാണ്. ഇത് വേണമെന്നൊക്കെ വാശി പിടിക്കുന്നവർക്ക് പിന്നിലെ ഉപദേശകരാരാണ്? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചിന്ത രൂപപ്പെടുന്നത് എവിടെ നിന്നാണ്? പിന്നെ ഈ ഉപദേശം എവിടുന്ന് കിട്ടുന്നുണ്ട് എന്ന് അറിയില്ല. നിങ്ങൾ നോക്കൂ, ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പോലും ഈ പദ്ധതി ഇടതുപക്ഷത്തിന്റെ പദ്ധതിയാണ്, അതുകൊണ്ട് ഞങ്ങൾ എതിർക്കുന്നു, വലതുപക്ഷത്തിന്റെ പദ്ധതിയാണ് ഞങ്ങൾ എതിർക്കുന്നു എന്ന് പറയാനുള്ള അവകാശമില്ല. 2010 ഈ പദ്ധതി ഇന്ത്യയിൽ 2 പദ്ധതി, അഹമ്മദാബാദിലും കേരളത്തിലും പിന്നെ ഈ പദ്ധതി മുന്നോട്ട് വെക്കുന്നത്. ഈ പദ്ധതിയുടെ ഉദ്ഘാടനം ചെയ്യുന്ന മൻമോഹൻ സിംഗ് ആണ്. 2011 UDF പദ്ധതി ഈ പദ്ധതിയെ കുറിച്ചിട്ട് DMRCയെ കൊണ്ട് വയബിലിറ്റി സ്റ്റഡി നടത്തിയത്. 2012 അവരുടെ എമർജിംഗ് കേരളയിൽ ഈ പദ്ധതി മുന്നോട്ട് വെച്ചില്ലേ? ഫസ്റ്റ് ഫേസ് എന്ന നിലക്ക് എറണാകുളം മുതൽ തിരുവനന്തപുരത്ത് വരെ ഞങ്ങൾ ഓടിക്കുമെന്ന് പറഞ്ഞില്ലേ? 45,000 കോടി എസ്റ്റിമേറ്റ് ഇട്ടില്ലേ? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിൽ എന്താണ് നടന്നത് ഞാൻ ചോദിക്കട്ടെ. കേരളത്തിലെ ഇതുവരെ 2 സ്ഥലങ്ങളിൽ പിന്നെ നമ്മളെ കോട്ടയം ഭാഗത്തും അമ്പലപ്പുഴ ഭാഗത്തും എന്തുകൊണ്ടാണ് ഇരട്ടിപ്പിക്കൽ പൂർത്തീകരിക്കാൻ സാധിക്കാത്തത്? അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്തതായിട്ട് കാണാൻ കഴിയുന്നുണ്ടോ? അപ്പൊ ഇതൊന്നല്ല അജണ്ട. കേരളത്തിലെ ജനങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുക, അവരുടെ യാത്രാ പ്രശ്നങ്ങൾക്ക് പരിഹാരം സൗകര്യം ഉണ്ടാക്കുക എന്നത് ഏറ്റവും സൗകര്യപ്രദമായി ഇതൊക്കെ പൂർത്തിയാക്കുക, അപകടരഹിതമായി പൂർത്തിയാക്കുക എന്നതാണ് ഉത്തരവാദിത്വം എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അരുൺ, നേരത്തെ ഇപ്പോൾ ഈ പരിസ്ഥിതിവാദവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഞാൻ അതിലേക്ക് പോകുന്നില്ല, കാരണം വികസന പദ്ധതികൾ വരുമ്പോൾ പരിസ്ഥിതിക്ക് കോട്ടമുണ്ടാവും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതൊക്കെ നമ്മൾ ഒരുപാട് സഹിച്ചും ത്യാഗം സഹിച്ചും നഷ്ടം അനുഭവിച്ചും ഒക്കെയാണ് ഇത്രയും വരെ കേരളം എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഒന്നിലും തൊടാതെ ഒരു പദ്ധതിയും ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് തന്നെ ഞാനും വിചാരിക്കുന്നു. പക്ഷേ ഇതിനകത്ത് ഒരു പദ്ധതിക്ക് വേണ്ടി നമ്മൾ പൊതു സ്വത്തെടുത്ത് ചെലവാക്കുമ്പോൾ അതിൽ നിന്ന് എന്തു ഗുണം കിട്ടും എന്ന കാര്യം പ്രധാനമാണ്. കേരളത്തിൽ ഇപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ പറയുന്ന തരത്തിൽ ആളുകൾ എല്ലാ ദിവസവും സഞ്ചരിക്കുന്നുണ്ടോ? അത്തരമൊരു നീഡ് ആളുകൾക്കുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയില്ല. അതാണ് വസ്തുത എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ നേരത്തെ ശ്രീ ദേവരാജൻ ചൂണ്ടിക്കാണിക്കുകയാണ്, നിങ്ങൾ പറയുന്ന പോലെ 80,000 ആളുകളൊന്നും ഇതിനകത്ത് സഞ്ചരിക്കാൻ പോകുന്നില്ല. പരമാവധി പോയാൽ സഞ്ചരിക്കാൻ പോകുന്നത് 30,000-35,000 ആളുകളാണ്. അതെല്ലാ ദിവസവും ഉണ്ടാകുമോ? അങ്ങനെ ഓടിയാലാണ് ഈ പദ്ധതി ഫീസിബിൾ ആവുക? ഈ പറയുന്ന ഇത്രയും സർവീസ് കഴിഞ്ഞാൽ രാത്രി സമയത്ത് ഓടുന്നുണ്ടോ എന്ന പോലെയുള്ള ഒരുപാട് സംശയം ഇതിനകത്ത് കിടക്കുകയാണ്. അതുകൊണ്ട് ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഇതിൽ നിന്ന് എങ്ങനെ പണം തിരിച്ചെടുക്കും? 1,00,000 കോടിയിലധികം ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് എങ്ങനെ തിരിച്ചെടുക്കുമെന്നതാണ് ഇതിലെ മൗലികമായ ചോദ്യം. കാരണം വലിയ പ്രതിസന്ധി നമ്മൾ അനുഭവിക്കുന്ന കാലത്ത് അതിനാണൊരു ക്ലാരിറ്റിയുള്ള ഉത്തരം ആദ്യം വേണ്ടത്. നിഷാദ്, ശ്രീ ജി ദേവരാജൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ ഇത്രയും വലിയ പദ്ധതിക്ക് എവിടെ നിന്നാണ് ഇത്ര അളവ് മണല് വേണ്ടി വരും, ഇത്ര എണ്ണം സിമെന്റ് വേണ്ടി വരും, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അസംസ്കൃത വസ്തുക്കളൊക്കെ എല്ലാം എവിടെ നിന്നാണ് കിട്ടുക? കേരളം പോലുള്ള സംസ്ഥാനത്തിൽ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ മുന്നണി തന്നെയല്ലേ അതിവേഗ പാത, അതായത് ഇപ്പോൾ അർദ്ധ അതിവേഗ പാതയ്ക്ക് ചെലവാകുന്ന തുകയുടെ 4 ഇരട്ടിയോളം തുക വരുന്ന മറ്റ് സംസ്കൃത വസ്തുക്കളെല്ലാം വരുന്ന അതിവേഗ പാത തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തി അതിനുവേണ്ടി കോടിക്കണക്കിന് രൂപയുടെ പഠനങ്ങളും ഇടപെടലുകളും ആദ്യഘട്ടങ്ങളിലേക്ക് വരെ നീങ്ങിയ മുന്നണി, ആ മുന്നണിയാണ് പറയുന്നത് അർദ്ധ അതിവേഗ പാത വരുമ്പോൾ മണലും സിമെന്റും എവിടെ നിന്നാണ് കിട്ടുന്നത് എന്ന് ചോദിക്കുന്നത്. 1 കിലോമീറ്റർ പാത നിർമ്മിക്കാൻ 200 കോടി രൂപ വേണം. ഏത് അതിവേഗ പാതയ്ക്ക്? ഇവിടെ അത് 80 കോടി രൂപ മതി അർദ്ധ അതിവേഗ പാതയ്ക്ക്. അതായത് 1/3 കുറയുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കേരളത്തിന്റെ ആ ഒരു ഭൂപ്രകൃതി അനുസരിച്ച് ഒരു അതിവേഗ പാതയുടെ ആവശ്യമില്ല. 11 സ്റ്റേഷൻ എങ്ങനെയായാലും 11 ജില്ലയിൽ വേണം. അതുകൊണ്ട് അർദ്ധ അതിവേഗ പാത മതി എന്ന രൂപത്തിൽ ചിലവുകൾ കുറയ്ക്കുകയും മറ്റെല്ലാ തരത്തിലുള്ള മുതൽ മുടക്കുകൾ കുറയ്ക്കുകയുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അർദ്ധ അതിവേഗ പാതയിലൂടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് മണലും സിമെന്റും എല്ലാം വേണമെന്ന് പറയുമ്പോൾ അവർ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തി അതിനുവേണ്ടി പഠനങ്ങളും മറ്റ് ഇടപെടലുകളും എല്ലാം നടത്തിയിട്ട് കേരളത്തിൽ ഇപ്പൊ ഇത്തരത്തിലുള്ള ഒരു വികസന പദ്ധതി കൊണ്ടുവന്നാൽ ജനങ്ങൾക്കിടയിൽ ഈ ഗവൺമെന്റിന്റെ അംഗീകാരം വർദ്ധിക്കും എന്നതുകൊണ്ട് മാത്രം മറ്റൊരു കാരണവുമില്ലാതെ ഈ പദ്ധതി എതിർക്കുന്നതായിട്ടാണ് പേരിൽ തർക്കിച്ചാലും മണൽ വേണമെന്നതൊരു യാഥാർത്ഥ്യമാണ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ഞാൻ ചോദിക്കുന്നത് 80,000 പേര് എല്ലാ ദിവസവും ഓടാൻ കിട്ടുമെന്നുള്ളതാണ്.
ഞാൻ അതിലേക്ക് വരാം. എന്റെ സുഹൃത്ത് BJP-യുടെ പ്രതിനിധി ശ്രീമതി സിന്ധു മോൾ പറഞ്ഞു ഇവിടെ ഈ പദ്ധതിക്ക് BJP എതിരാണെന്ന്. നിങ്ങൾ പച്ചയായി അത് പ്രഖ്യാപിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. കാരണം ഇവിടെ ദേശീയപാതയുടെ ഭൂമി ഏറ്റെടുക്കൽ ഒരിക്കലും നടക്കില്ല കേരളത്തിൽ എന്ന് പറഞ്ഞ് കഴിഞ്ഞ UDF ഗവൺമെന്റ് ദേശീയപാത വികസനത്തിന്റെ ഭൂമി ഏറ്റെടുക്കൽ ഉപേക്ഷിച്ചതായിരുന്നു. വയൽക്കിളികളെ വെച്ച് സമരം നടത്താൻ ഏറ്റവും മുന്നിൽ നിന്നത് BJP ആണ്. നമുക്കറിയാലോ, വയൽക്കിളിയുടെ നേതാക്കന്മാരും BJP-യുടെ കേന്ദ്രമന്ത്രി അടക്കം നേതാക്കന്മാരും ഒരുമിച്ച് എത്രയോ സമരം നടത്തി. കോൺഗ്രസ് തന്നെ വയൽക്കിളികൾക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് ദേശീയപാത വികസനത്തിന് ഭൂമി ഏറ്റെടുക്കരുത് എന്ന് വിചാരിച്ച് മുന്നോട്ട് പോയില്ലേ? ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഭൂമി ഏറ്റെടുക്കൽ ഒരിക്കലും കേരളത്തിൽ നടക്കില്ലെന്ന് പ്രഖ്യാപിച്ചു കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള UDF-ന്റെ നേതാക്കന്മാർ. ആ പദ്ധതി ഉപേക്ഷിക്കുന്ന സാഹചര്യമുണ്ടായി. സഖാവ് പിണറായി വിജയൻ പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ ഞാൻ ആ പദ്ധതി പൂർത്തീകരിക്കും, ഗവൺമെന്റ് പദ്ധതി പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞ് ആ സമയബന്ധിതമായി പദ്ധതി പൂർത്തീകരിച്ച് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. നമുക്കും വലിയ വലിയ വികസനങ്ങൾ നമ്മുടെ നാട്ടിൽ വേണം, സ്വപ്ന പദ്ധതികൾ നടപ്പാക്കണം. ഇത് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടിയിട്ടല്ലല്ലോ, വരും തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ്. സാമ്പത്തിക ലാഭം ഉണ്ടാകുമോ? ഗവൺമെന്റിന്റെ അസസ്മെന്റും വിദഗ്ധ സമിതികളെല്ലാം പഠനം നടത്തി നഷ്ടമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ടൂറിസം മേഖലയിൽ വലിയ കുതിപ്പുണ്ടാകും. അതുപോലെ തന്നെ സുരക്ഷ, വേഗം, ആധുനിക സൗകര്യങ്ങൾ, അതുപോലെ ചരക്കുകളുടെ ഗതാഗതം, എല്ലാ തരത്തിലും വലിയ മാറ്റമുണ്ടാകും. കേരളത്തിൽ വലിയ വേഗം തന്നെ ഇതിനുണ്ടാകും. സാമ്പത്തിക വളർച്ചയ്ക്ക് അത് ആക്കം കൂടും. കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകും. സാമ്പത്തിക വളർച്ച, പശ്ചാത്തല വികസനം, സൗകര്യ വികസനത്തിന് ഉതകുന്ന തരത്തിലുള്ള മാറ്റം വരും. അങ്ങനെ വലിയ തരത്തിൽ പ്രതീക്ഷയോടെ ഒരു പദ്ധതിയിലേക്ക് ഇറങ്ങുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഒരു പദ്ധതി വരാൻ പോകുന്നു, 5 ടൗൺഷിപ്പ് വരാൻ പോകുന്നു, 11 സ്റ്റേഷനുകൾ വരാൻ പോകുന്നു, ആളുകൾ അതിവേഗത്തിൽ സഞ്ചരിക്കുന്നു, ആളുകളുടെ ജീവിതത്തെ സകലാർത്ഥത്തിലും അത് ബാധിക്കാൻ പോകുന്നു. അത് നമുക്ക് ഉപരിപ്ലവമായി പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്, ഒരു അർത്ഥത്തിൽ ശരിയുമാണ്. പക്ഷേ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പദ്ധതി, ഇപ്പം നമ്മൾ പറഞ്ഞ 65,000 കോടിയിലൊന്നും നിൽക്കില്ല, നമുക്കറിയാം. ഇൻവെസ്റ്റ് ചെയ്യുന്ന പദ്ധതി എങ്ങനെ ഫീസിബിൾ ആവുമെന്ന് വളരെ കൃത്യമായി പറയണ്ടേ? ഇത്ര ആളുകൾ അതിൽ കയറും, ഇത്രയധികം ക്രൈസിസ് ഈ മേഖലയിലുണ്ട്, ആ ക്രൈസിസ് ഇങ്ങനെ വണ്ടി ഓടിച്ചാൽ പരിഹരിക്കാൻ കഴിയും എന്ന് അതൊന്നും നമ്മുടെ കണക്കില്ല. ഇത് വരുന്നതോടെ ആകെ മാറും എന്ന ഒറ്റ വാചകത്തിൽ തീരില്ല അത്. അപ്പം ഞാൻ പറഞ്ഞ UDF-ന്റെ പ്രതിനിധി പറയുന്നത് 80,000 ആളുകളെ വഹിക്കും ഒരു ദിവസം ഈ സർവീസുകൾ എന്ന് പറഞ്ഞാൽ അത്രയും ആളുകളില്ല, ഓടാൻ വഹിക്കാൻ കഴിയുകയുമില്ല ഈ സർവീസ് വെച്ചിട്ട് എന്നാണ്. അതിൽ തന്നെ ഇത്രയും ആളുകൾ എല്ലാ ദിവസവും തിരുവനന്തപുരം, കാസർഗോഡ് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ഇത് രാത്രിയിൽ ഇതിൽ ഓടാൻ ആളുകളുണ്ടാവുമോ? കാരണം 4 മണിക്കൂർ കൊണ്ട് പകൽ സമയത്ത് ഓടിയെത്തുന്ന ആളുകൾക്ക് ഒരു സർവീസ് കിട്ടിയാൽ പിന്നെ രാത്രി ആളുണ്ടാവില്ല. രാത്രി ആളുകൾ ഓടുന്ന പകൽ സമയത്ത് ഓൺ ടൈമിൽ ഒരു സ്ഥലത്തെത്താൻ വേണ്ടിയാണല്ലോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ വരും. അപ്പോൾ സർവീസുകളെന്ന് ഈ പറയുന്ന സർവീസിനകത്ത് എന്തുമാത്രം ആളുകൾ ഈ പറയും പ്രകാരം യാത്ര ചെയ്യുമെന്ന് ചോദിച്ചാൽ അതിനകത്തൊരു അനിശ്ചിതാവസ്ഥ, ഒരു അവ്യക്തത കിടക്കുന്നുണ്ട്. അരുൺ, നിഷാദ്, ഇതിലിപ്പോ 80,000 പേർ യാത്ര ചെയ്യുമെന്നുള്ള കണക്ക് മിസ്റ്റർ ജി ദേവരാജൻ ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. അത്തരത്തിലുള്ളൊരു കണക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിട്ടില്ല. ഗവൺമെന്റിന്റെ കണക്ക് പ്രകാരം റോഡ് ഉപയോഗിക്കുന്ന 46,026 പേർ, 46,000 ശിഷ്ടം പേർ റോഡ് ഉപയോഗിക്കുന്നവർ ഈ റെയിൽവേ വന്നാൽ ഇതിന്റെ ഭാഗമായി അത് പ്രയോജനപ്പെടുത്തുമെന്ന് തന്നെയാണ്. അതുപോലെ തന്നെ വലിയ രൂപത്തിൽ ഗതാഗത സാന്ദ്രത, വാഹനങ്ങളുടെ സാന്ദ്രത കൂടുതലുള്ള സംസ്ഥാനമാണ് കേരളം. നിരവധി വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നു. അപ്പോ 2 വീലറും 3 വീലറും 4 വീലറും എല്ലാം ഉപയോഗിക്കുന്ന അത്തരത്തിൽ ഗതാഗതത്തിന് ഉപയോഗിക്കുന്നവർ ഈ ഗതാഗതത്തിന്റെ ഭാഗമായി മാറുമ്പോൾ 530 കോടിയുടെ പെട്രോൾ, ഡീസൽ, ഇന്ധനം ഒരു മാസം സേവ് ചെയ്യാൻ പറ്റും. 530 കോടിയുടെ. അതുപോലെ തന്നെ ഓരോ ദിവസവും ഈ വാഹനങ്ങളിൽ നിന്ന് വരുന്ന കാർബൺ, ആ കാർബൺ ആണ് ഇപ്പോൾ ആഗോളതാപനത്തിന്റെ ഭാഗമായി കാലാവസ്ഥാ വ്യതിയാനത്തിനെല്ലാം വലിയ കാരണമാകുന്നത്. ഇന്റർനാഷണൽ തലത്തിൽ വരുന്ന നിരവധി പഠനങ്ങൾ ഈ കാർബൺ, പുറത്തുവിടുന്ന കാർബണിന്റെ ഭാഗമായി വരുന്ന കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് ആധികാരികമായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഏകദേശം ഒരു ദിവസം 2,80,000 ടൺ കാർബൺ ഇവിടെ പുറത്തുവിടുന്നത് നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയും എന്ന രൂപത്തിലുള്ള കണക്കുകൾ. ഇത്തരത്തിലുള്ള കണക്കുകളെല്ലാം വിദഗ്ധ സമിതി തയ്യാറാക്കുന്നതാണല്ലോ. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇനിയും പഠനങ്ങൾക്ക് വിധേയമാക്കാം, ഇനിയും ചർച്ചകൾ സംഘടിപ്പിക്കാം. ഇതൊരു പുതിയ പദ്ധതിയാണ് എന്നതുകൊണ്ട് തന്നെ നിരവധി സംശയങ്ങൾ ഉണ്ടാവും. ആ സംശയങ്ങൾ ദൂരീകരിക്കാൻ ഗവൺമെന്റ് തയ്യാറാണ്. പുതിയ പദ്ധതിയിൽ സ്വാഭാവികമായും അവ്യക്തതകളും സംശയങ്ങളും ഉയർന്നു വരും. അവ പരിഹരിച്ചുകൊണ്ടേ മുന്നോട്ട് പോകുമെന്നാണ്. ഞാനൊരു ഇടവേള എടുക്കുകയാണ്, വേഗം തിരിച്ചു വരാം മറ്റു വിഷയങ്ങളിലേക്ക്. ചർച്ചയിലേക്ക് വീണ്ടും. ശ്രീ ജി ദേവരാജൻ, സർക്കാർ അഭിമാന പദ്ധതിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത്. കേരളത്തിന്റെ ഭാവിക്ക് ഇത് അനിവാര്യമാണെന്ന് വിചാരിക്കുകയും ചെയ്യുന്നു. ഗെയിൽ പൈപ്പ് ലൈൻ മാതൃകയിൽ എല്ലാ വിയോജിപ്പുകളെയും മറികടന്നുകൊണ്ട് ഇത് സാധ്യമാക്കാനുള്ള നിലപാട് സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഈ സമരം എന്ന് പറയുന്നത് വികസനത്തിനെതിരായിട്ടുള്ള സമരമെന്ന് സർക്കാർ മുദ്രകുത്താനുള്ള നടപടി തുടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങൾക്കിതിനെ അതിജയിക്കാൻ കഴിയുമെന്ന വിശ്വാസമുണ്ടോ? നിങ്ങൾ നേരത്തെയും ഗെയിൽ പൈപ്പ് ലൈൻ സമരത്തെയും പലയിടത്ത് പിന്തുണച്ചു കണ്ടു, പക്ഷേ വിജയിച്ചില്ല.
ഇത് ഈ സമരം വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഗവൺമെന്റിന് ഈ പദ്ധതി ഉപേക്ഷിക്കാതെ മറ്റു മാർഗമുണ്ടാവില്ല. അത് ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് കേരയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തിയ ആ പ്രതിഷേധ പരിപാടിയിൽ നിന്ന് തന്നെ ഇത് വ്യക്തമാണ്. ഇത് ബാധിക്കപ്പെടുന്ന ജനങ്ങൾ ഇപ്പോൾ കൂട്ടത്തോടുകൂടി തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ച ഒരു വസ്തുത കൂടിയുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ പൂർണ്ണമായ അനുമതി കിട്ടുന്നതിന് മുമ്പ്, റെയിൽവേ മന്ത്രാലയത്തിന്റെ പൂർണ്ണമായ അനുവാദം കിട്ടുന്നതിന് മുമ്പ്, നീതി ആയോഗിന്റെ അനുവാദം കിട്ടുന്നതിന് മുമ്പ്, കേന്ദ്ര ധനകാര്യ വകുപ്പിന്റെ അനുവാദം കിട്ടുന്നതിന് മുമ്പ് വിദേശ സാമ്പത്തിക സഹായം നൽകുവാനുള്ള ഏജൻസികൾ വിമുഖത അറിയിച്ചിരിക്കുന്ന സാഹചര്യത്തിലും ഈ പദ്ധതിയെ സംബന്ധിച്ച് ഒരു DPR കേരള നിയമസഭ ചർച്ച പോലും ചെയ്തിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഈ ഭൂമി ഏറ്റെടുക്കലിൻ്റെ ഈ അരുൺ പറഞ്ഞതുപോലെയാണെങ്കിൽ പ്രാഥമിക നടപടികൾ എങ്ങനെയാണ് ഒരു ഗവൺമെന്റിന് തുടങ്ങാൻ കഴിയുക? ഇപ്പം തിരൂർ മുതൽ കാസർഗോഡ് വരെ ഈ പദ്ധതി പോകുന്നത് നമ്മുടെ റെയിൽവേക്ക് പാരലായിട്ടാണ് പല സ്ഥലങ്ങളിലും പോകുന്നത്. പല സ്ഥലങ്ങളിലും ഏറ്റെടുക്കാൻ പോകുന്ന ഭൂമിയെ സംബന്ധിച്ച് ഇപ്പോഴും സദേൺ റെയിൽവേ, ദക്ഷിണ റെയിൽവേ എതിർപ്പറിയിച്ചിട്ടുണ്ട്. ഈ അലൈൻമെന്റ് മാറ്റണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ പരിശോധിച്ച് നിങ്ങൾക്ക് റിപ്പോർട്ട് നൽകാമെന്ന് കേരയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഇവരെ അറിയിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഏത് വഴിയിലൂടെയാണ് ഇത് പോകുന്നത് എന്ന് പോലും ഇപ്പോഴും വ്യക്തമാകാത്ത ഒരു പദ്ധതിക്ക് വേണ്ടി ഈ ഭൂമി ഏറ്റെടുക്കൽ നാടകം എന്തിനാണ് ഇപ്പോൾ നടത്തുന്നത്? അത് എത്രയോ ആളുകളെ മാനസികമായ സമ്മർദ്ദത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നു. ഏതാണ് ഇതിൻ്റെ അലൈൻമെന്റ് എന്ന് പോലും പൂർണ്ണമായി നിശ്ചയിക്കാതെ ഭൂമി ഏറ്റെടുക്കലിന് ശ്രമിക്കുമ്പോഴാണ് ഈ അതിവേഗ പാത മാത്രമല്ല ഈ പദ്ധതിക്ക് വേണ്ടുന്ന അതിവേഗതയിൽ നമുക്ക് സംശയം തോന്നുന്നത്. ഇനി ഇതിൻ്റെ എക്കണോമിക്കൽ ഫീസിബിലിറ്റി സംബന്ധിച്ച് മറ്റുമൊക്കെ ചർച്ച നടത്തിയല്ലോ. സിസ്ട്ര നടത്തിയ പഠനത്തിൽ നിഷാദ് 1 കിലോമീറ്ററിന് 2 രൂപ 75 പൈസയാണ് നിരക്കായി, റെയിൽവേ നിരക്കായി കൂട്ടിയിരിക്കുന്നത്. 1 കിലോമീറ്ററിന് 2 രൂപ 75 പൈസ. നീതി ആയോഗിന്റെ കണക്കനുസരിച്ചുള്ള ചെലവ് വന്നു കഴിഞ്ഞാൽ ഇത് ഏതാണ്ട് 6 രൂപ 10 പൈസയായി മാറുമെന്നുള്ളതാണ് കണക്ക്. അങ്ങനെ വന്നാൽ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് പോകുന്ന ഒരു യാത്രക്കാരന് 3200 രൂപയുടെ ടിക്കറ്റ് ആകുമെന്നാണ് ഏകദേശ കണക്കിൽ വരുന്നത്. ഇനി ഇത് ഖണ്ഡിക്കുവാനുള്ള വാദങ്ങൾ അവർ മുന്നോട്ട് വെച്ചോട്ടെ. ഇനി ഈ പറഞ്ഞ ഇത്രയും രൂപ ചിലവാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ 64,000 കോടി രൂപ ചിലവാക്കുമ്പോഴാണ് കിലോമീറ്ററിന് 2 രൂപ 75 പൈസ സിസ്ട്ര കണക്ക് കൂട്ടി കൊടുത്തതെങ്കിൽ നീതി ആയോഗിന്റെ കണക്ക് 2018 കണക്കനുസരിച്ചാണെങ്കിൽ 6 രൂപയാകുന്നു. അങ്ങനെ വെക്കുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ 3200 രൂപ തിരുവനന്തപുരം കാസർഗോഡിന് ചെലവ് വരുന്നത്. കേരളത്തിൽ ഇപ്പോൾ തന്നെ നിലവിൽ 4 വിമാനത്താവളങ്ങളുണ്ട്. ഇനിയിപ്പോൾ ശബരിമല കേന്ദ്രീകരിച്ചുകൊണ്ട് പുതിയൊരു വിമാനത്താവളം കൂടി വരാൻ പോകുന്നു. ആധുനിക നഗരങ്ങളൊക്കെ തന്നെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ എയർ ടാക്സി സർവീസുകൾ ആരംഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് പോകേണ്ടുന്ന ഒരാൾക്ക് ഒന്നുകിൽ കണ്ണൂർ വിമാനത്താവളത്തിലോ അല്ലെങ്കിൽ മംഗലാപുരം വിമാനത്താവളത്തിലോ പോകുന്നതിനുള്ള സംവിധാനം ഇപ്പോൾ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് നിലവിലുണ്ട്. ഈ ആൾട്ടർനേറ്റീവ് സംവിധാനത്തെക്കുറിച്ച് കൂടി ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ശരി, അരുൺ ഇവിടെ ചൂണ്ടിക്കാണിച്ചത് അതിവേഗപാത എന്ന് പറയുന്ന ഒരു പദ്ധതി UDFന്റെ മുൻ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നല്ലോ എന്നുള്ളതാണ്. ശരിയാണ്. 2011 ആ ഗവൺമെന്റ് വരുന്നതിന് മുമ്പുള്ള പ്രകടന പത്രികയിൽ ഈ പദ്ധതി ഉണ്ടായിരുന്നു. അതിനുശേഷം അതിൻ്റെ ഫീസിബിലിറ്റിയുടെ പഠനം നടത്തിയപ്പോൾ അത് കേരളത്തിന് യോജ്യമായ ഒന്നല്ലെന്ന് കണ്ട് ആ പദ്ധതി ഉപേക്ഷിച്ചു. ആ പദ്ധതിയുമായി ഗവൺമെന്റ് മുന്നോട്ട് പോയില്ല. ആ പദ്ധതിക്ക് വേണ്ടി സ്ഥലമെടുക്കാൻ പോയില്ല. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പോയില്ല. ഒരു പദ്ധതി ഫീസിബിൾ അല്ല, ഫീസിബിൾ ആണോ അല്ലയോ എന്നുള്ള പഠനം നടത്തി UDF സർക്കാരും കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അത് ഒന്നുകിൽ അതിന്റെ ഫീസിബിലിറ്റി സ്റ്റഡി അല്ലെങ്കിൽ അതിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള പ്രതിഷേധം രണ്ടിലേതെങ്കിലും ഒന്ന് പരിഗണിച്ചുകൊണ്ട് പദ്ധതി പിന്നോട്ട് പോയിട്ടുണ്ട്. പദ്ധതി നടപ്പിലാക്കുമെന്ന് ദുർവാശി സ്വീകരിച്ചിട്ടില്ല എന്നാണ് ശ്രീമതി TP സിന്ധുമോൾ ഇക്കാര്യത്തിൽ. അതായത് അരുൺ പറയുന്നത് കേന്ദ്ര സർക്കാർ ഇവിടുത്തെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചില അവ്യക്തതകൾ നീക്കണമെന്ന് ആവശ്യപ്പെടുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നാണ്. നമ്മുടെ ഗതാഗത സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എപ്പോഴും നല്ല പിന്തുണ കിട്ടുന്നു എന്ന് തുറന്നു പറയാൻ ഒരിക്കലും മടി കാണിക്കാത്ത ഗവൺമെൻറ്റാണ് ഇവിടെയുള്ള ഗവൺമെൻറ്. ഏറ്റവും സമീപ ദിവസങ്ങളിൽ പോലും നമ്മളത് കാണുകയും ചെയ്തു. അതുകൊണ്ട് കേന്ദ്രം ഇക്കാര്യത്തിൽ ഖണ്ഡിതമായ ഒരു വിയോജിപ്പല്ല പറഞ്ഞിരിക്കുന്നത്, കുറച്ചുകൂടി ക്ലാരിറ്റി ആവശ്യപ്പെടുകയാണെന്നാണ് സർക്കാർ പറയുന്നത്. നിങ്ങൾ പറയുന്നത് എന്താണ്? ഇത് പരിസ്ഥിതി ആഘാതമുണ്ടാക്കുന്ന ഒന്ന്, കേരളത്തിൽ ഒരു നിലയ്ക്കും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയാത്ത ഒന്ന് എന്ന് മനസ്സിലാക്കി അനുമതി കൊടുക്കില്ല. അതിൻ്റെ ഫീസിബിലിറ്റി ഒക്കെ വേറെ കാര്യം. പക്ഷേ ഇവിടെ ഫിനാൻഷ്യൽ വയബിലിറ്റി വേറെ കാര്യം. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് പരിസ്ഥിതിയാണ്. അതാണ് കേന്ദ്രം മുൻനിർത്തുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ അനുമതി സഹകരണം നിഷേധിക്കുമെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്?
നിഷാദ്, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ വരുന്നത്. കാരണം ഇപ്പോൾ കേരള സർക്കാർ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെടുന്ന ഒരു കാര്യത്തെ മാന്യമായി തന്നെ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ടാവാം ആദ്യം, അല്ലെങ്കിൽ ആ പദ്ധതി എന്താണെന്ന് കൃത്യമായിട്ട് അറിയാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഇതിനു ശേഷം വന്ന DPR-ഉം ഡീറ്റെയിൽഡ് സ്റ്റഡി റിപ്പോർട്ടും സിട്ര നടത്തിയ സ്റ്റഡി റിപ്പോർട്ടും അതിനുശേഷം തിരുവനന്തപുരം ബേസ്ഡ് ആയിട്ടുള്ള കമ്പനി നടത്തിയ പാരിസ്ഥിതിക ആഘാത പഠന റിപ്പോർട്ട്, അന്ന് ഓർക്കണം വെറും 2 മാസം കൊണ്ടാണ് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം EIA-യുടെ ഇതനുസരിച്ചിട്ട് റെയിൽവേ ഗതാഗതത്തിനോ മറ്റോ അത്തരം ഒരു പാരിസ്ഥിതിക ആഘാത പഠന റിപ്പോർട്ട് നടത്തണമെന്നെങ്കിലും കാണുന്നില്ല. എങ്കിലും അവിടെ കേരള ഗവൺമെൻറ് ഒരു മാന്യത കാണിച്ചു, ഒരു സമിതിയെ നിയോഗിച്ചു, പഠന റിപ്പോർട്ട് കൊണ്ടുവരാം. പക്ഷെ 2 മാസത്തിൽ പഠന റിപ്പോർട്ട് എത്തിയിരിക്കുകയാണ് മേശപ്പുറത്ത്. യാതൊന്നും പഠിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമല്ലേ? 2 മാസം കൊണ്ട് ഈ കേരളത്തിന്റെ പാരിസ്ഥിതിക, സാമൂഹിക, സാമ്പത്തിക വിഷയങ്ങളെ പഠിച്ച് റിപ്പോർട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. അത് തന്നെ ഇതിന് കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം ഞാൻ ആദ്യം സൂചിപ്പിച്ച പല കാര്യങ്ങൾക്കുമുള്ള പ്രതിവിധി എന്താണെന്ന് അതിലൊന്നും കാണുന്നില്ല. ഈ DPR പോലും ജനങ്ങളുടെ മുന്നിൽ ഒന്ന് ചർച്ചയ്ക്ക് വെക്കാൻ തയ്യാറാവണ്ടേ ഈ ഗവൺമെന്റ്? ഇത് സാധാരണ ജനങ്ങളുടെ ജീവിത പ്രശ്നമല്ലേ? എന്താ ഈ പറയുന്നത്? ചെറിയ കാര്യമാണോ? അപ്പോ ഇതില് സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളൊന്നും ഇവിടെ നടന്നിട്ടില്ല എന്നുള്ളത് കൃത്യമായിട്ട് കേന്ദ്രത്തെ BJP ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ബോധ്യപ്പെടുത്തും. അതുകൊണ്ട് ഇത് കൃത്യമായി കേന്ദ്രം അനലൈസ് ചെയ്യാതെ അല്ലെങ്കിൽ അവലോകനം ചെയ്യാതെ ഒരു തീരുമാനം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് വരില്ല. പിന്നെ ഇവിടെ പറയുന്നതനുസരിച്ച്, അരുൺ പറയുന്നതനുസരിച്ച് ഇപ്പോഴും കേരളത്തിൽ 40 മുതൽ 80% ആളുകൾ ആശ്രയിക്കുന്നത് ചരക്ക് ഗതാഗതത്തിനും അല്ലാതെയുള്ള ഗതാഗതത്തിനും നമ്മുടെ ദേശീയ പാതകളെയും മറ്റു റോഡുകളെയുമാണ്. അതങ്ങനെ തന്നെയാണ്. ഇവിടെ മെട്രോ വന്നതിന് ശേഷം എന്താ സംഭവിച്ചത്? നമ്മൾ പറഞ്ഞു എല്ലാവരും മെട്രോയിലായിരിക്കും ഇനി യാത്ര എന്ന്. എവിടെ? ഇപ്പോഴും നമ്മൾക്കൊരു മഴ പെയ്താൽ റോഡിൽ ഉണ്ടാവുന്ന വാഹന കുരുക്കുകൾ നമ്മൾ കാണുന്നില്ല. ജനങ്ങൾ വഴി കിട്ടുകയാണെങ്കിൽ ആളുകൾ അതിനുപയോഗിക്കുമെന്നാണ് ഗവൺമെന്റ് പ്രതീക്ഷ. അരുൺ, ഒരു 3000 രൂപയ്ക്ക് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ പൈസക്കോ അതൊക്കെ ആളുകൾ ഓപ്റ്റ് ചെയ്യുമാറും. അതിനകത്തൊരു പ്രശ്നം കിടക്കുകയാണ്. എന്ന് വെച്ചാൽ ഇത് ലാഭകരമായി, മീൻസ് ഇത് ചെലവും വരവും തമ്മിൽ ടാലിയായി കൊണ്ടുപോകണമെങ്കിൽ നല്ല പൈസ വാങ്ങിക്കേണ്ടി വരും യാത്രക്കാരന്റെ കയ്യിൽ നിന്നാണ്. ആളുകൾ തിരിഞ്ഞു നോക്കാതാവും അങ്ങോട്ടേക്ക്. 1,30,000 കോടി രൂപ കടം വാങ്ങാനിരിക്കുന്ന ഒരു ഗവൺമെന്റ് ഇതെങ്ങനെ ലാഭകരമാക്കും സാധാരണ ജനങ്ങൾക്ക്? അരുൺ, അതിന്റെ മറുപടി എന്താണ്? പരിസ്ഥിതിയെ കുറിച്ച് നമുക്ക് നോക്കാം. പക്ഷെ അതിനു മുമ്പ് ആളുകൾക്ക് ഇത് ചെറിയ പൈസക്കൊന്നും ഇത് അങ്ങോട്ട് പറ്റില്ല, എന്താ താങ്ങാനാവുന്നതായിരിക്കില്ല അതിന് നിരക്കെന്നാണ്. ഇപ്പോൾ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്ന നിരക്ക് 2 രൂപ 75 പൈസ തന്നെയാണ് 1 കിലോമീറ്ററിന്. നീതി ആയോഗിന്റെ കണക്കുകൾ വരുമ്പോൾ 6 രൂപയായി വരുമെന്നാണ് ശ്രീ ജി ദേവരാജൻ ഇവിടെ സൂചിപ്പിക്കുന്ന സാഹചര്യം. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വിദഗ്ധ സമിതികളെ എല്ലാം വെച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുണ്ട്. ഇതൊരു പുതിയ സംരംഭമാണ്. ഇത് ഭാവിയിലേക്ക് വരുമ്പോൾ വലിയ സാമ്പത്തിക ബാധ്യത വരും. അതുകൊണ്ട് ഒരു വികസനവും കേരളത്തിൽ വരാൻ പാടില്ല എന്ന കാഴ്ചപ്പാട് എടുക്കാൻ കഴിയില്ല. ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? 5 ലക്ഷം കോടി രൂപ വരുന്ന 6 മാസം കൊണ്ട് സമ്പാദിക്കാൻ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തിരുവനന്തപുരം എയർപോർട്ടിന്റെ സ്ഥിതി അറിയാമല്ലോ. വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നല്ലേ. ഞങ്ങൾ നടത്തിക്കൊള്ളാം എന്ന് സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞിട്ടും അതുപോലും സമ്മതിക്കാതെ അദാനിക്ക് കൊടുത്തു. ഓരോ റെയിൽവേ സ്റ്റേഷൻ 400ഓളം റെയിൽവേ സ്റ്റേഷനാണ് വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. 250ഓളം ട്രെയിനുകൾ വിറ്റു. അതുപോലെ തന്നെ വിമാനത്താവളങ്ങൾ വിൽക്കുന്നു. എല്ലാം വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ആണ് കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. പക്ഷെ അതിനിടയിലും പ്രധാനമന്ത്രി കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിലാണ് PM ഗതിശക്തി പദ്ധതി എന്ന രൂപത്തിൽ ഇവിടെ റെയിൽവേ, എയർപോർട്ട്, അതുപോലെ തന്നെ ഊർജം, ഈ 3 മേഖലയിലും വിപ്ലവകരമായിട്ടുള്ള മാറ്റം പദ്ധതി പ്രഖ്യാപിക്കുന്നു. എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം അനുബന്ധ പദ്ധതികൾ വരുമ്പോൾ BJP എതിർക്കുന്നു എന്നതാണ് ചോദ്യം. പ്രഖ്യാപിച്ച പ്രധാനമന്ത്രിക്ക് ഇതിനെ പിന്തുണയ്ക്കാതിരിക്കാൻ കഴിയില്ല. മാത്രമല്ല അദ്ദേഹം വന്നപ്പോൾ ആദ്യം മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ, ഇതിനേക്കാൾ വേഗതയുള്ള ട്രെയിൻ പ്രഖ്യാപിക്കുകയും ചെയ്തത് അവിടെ ഇരിപ്പുണ്ട്. അശ്വിൻ, നാസർ, നമുക്കിത് അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഇത്തരമൊരു വലിയ പദ്ധതി, അഭിമാനകരമായ പദ്ധതിയായി പിണറായി വിജയനെ പോലെ ഒരു ഭരണാധികാരി പ്രഖ്യാപിക്കുകയാണ്. അദ്ദേഹം ഈ പ്രതിഷേധങ്ങളിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ പിന്തിരിയണം, പ്രതിഷേധങ്ങൾ കണ്ട് പിന്തിരിയണമെന്ന് ആഗ്രഹിക്കുകയോ അങ്ങനെ ചെയ്യുകയോ ചെയ്യുന്ന ആളല്ല. ഇത്തരമൊരു പ്രോജക്റ്റിൽ നിന്നൊരു സർക്കാരിനെ ഒരിക്കൽ കൂടി പിന്തിരിപ്പിക്കാനുള്ള ശേഷി കേരളത്തിലെ ഇമാതിരി പ്രൊട്ടസ്റ്റുകൾക്കുണ്ടോ? ശരിക്കും പിന്തിരിപ്പിക്കാനുള്ള ഒരു ശേഷി കേരളത്തിൽ വളർന്നു വരേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഈ പദ്ധതിക്ക് ബദലായിട്ട് മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളെ ഒട്ടും പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം,
കേരളത്തിലെ ആളുകൾ എങ്ങോട്ടാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഏറ്റവും കൂടുതൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ഏറ്റവും കൂടുതൽ ആളുകൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് 85% ആളുകൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ജില്ലക്കോ അല്ലെങ്കിൽ 2 ജില്ലക്കോ ഉള്ളിലാണ്. നമ്മുടെ ബോംബെ അഹമ്മദാബാദ് പദ്ധതി എടുക്കുക. അവിടുത്തെ ഒരു കണക്ക് പ്രകാരം 3 കോടി ജനസംഖ്യ ഉള്ളിടത്തു കൂടിയാണ് ആ വണ്ടി ഓടാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അവിടെ അവർ പ്രതീക്ഷിക്കുന്ന ആളുകളുടെ എണ്ണം, യാത്രക്കാരുടെ എണ്ണം 40,000 എന്നാൽ നമുക്കിവിടെ 40 ലക്ഷം ആളുകളാണ് ഈ റൂട്ടിലുള്ളത്. അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നു 79,600 പേരെ. ഇങ്ങനെ ഏത് കണക്കുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഒന്നും സുതാര്യമോ അല്ലെങ്കിൽ കണക്കുകളുമായിട്ട് ഒട്ടും യോജിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒറ്റമൂലിയായിട്ട് പണ്ട് നമുക്ക് ഊർജ്ജ പ്രതിസന്ധി ഉണ്ട്, അതിന് ആണവ നിലയം കൊണ്ടുവന്നാൽ മതി എന്ന് പറയുന്നത് പോലെ കേരളത്തിലെ പാരിസ്ഥിതിക സുസ്ഥിരതക്കോ വികസന സുസ്ഥിരതക്കോ സാമ്പത്തികമായ സുസ്ഥിരതക്കോ സാമൂഹ്യ നീതിയിലും തുല്യതയിലും സുതാര്യതയിലും അധിഷ്ഠിതമായ ഒരു പദ്ധതിയായിട്ട് ഇതിനെ നമുക്ക് കാണാനേ കഴിയില്ല. ഇത് ആര് കൊണ്ടുവന്നാലും കാണാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ നിലവിലുള്ള ട്രാക്കിൽ സംവിധാനത്തിലുള്ള പ്രശ്നങ്ങൾ, ഇവിടുത്തെ സിഗ്നൽ സംവിധാനത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അമ്പലപ്പുഴയും ഏറ്റുമാനൂരുമുള്ള മുന്നോട്ട് വെക്കുന്ന ബദൽ സാധ്യതകളെ കുറിച്ച് ഗൗരവതരമായ ഒരു ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാവാത്തതും ഇതേ പദ്ധതിയിൽ വാശി പിടിക്കുന്നതിന് എന്തുകൊണ്ടാണ് പിടികിട്ടുന്നില്ല എന്നാണ്. എല്ലാത്തരം ചർച്ചകളും സാധ്യമാക്കി വേണം ഇത്തരം ഒരു മെഗാ പ്രോജക്റ്റിലേക്ക് പോകാൻ എന്ന കാര്യത്തിൽ തർക്കമില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തത ഗവൺമെന്റ് വരുത്തുമെന്ന് പ്രതീക്ഷിക്കാം. എന്റെ സമയം അവസാനിച്ചോളൂ, ഞാൻ ഇടപെടുകയാണ്. നന്ദി ശ്രീ VT നാസറൊപ്പം തന്നെ ശ്രീ അരുൺകുമാർ, ശ്രീ ദേവരാജൻ, ശ്രീമതി TP സിന്ധുമോൾ ഈ ചർച്ചയിൽ പങ്കെടുത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിലപാടുകൾ പങ്കുവച്ചതിന് ഒരു ഇടവേള.